ആ നമസ്കാരം. ഇനി ഒറ്റ ദിവസം പോലും പൊതുസ്ഥലങ്ങളിൽ ഈ അനധികൃത ബോർഡുകൾ ഉണ്ടാകരുത് എന്നും പിഴ ചുമത്തണമെന്നും ഇല്ലെങ്കിൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരിൽ നിന്ന് ആ പിഴ ഈടാക്കണമെന്നും ഹൈക്കോടതി. അതേ വിഷയവുമായി ബന്ധപ്പെട്ട് നിരത്തിലെ അനധികൃത ബോർഡുകൾ നീക്കാൻ പേടിയാണ് എങ്കിൽ രാജിവെക്കൂ എന്ന് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരോട് ഹൈക്കോടതി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞപ്പോൾ ബോർഡുകൾ നീക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ തങ്ങളെ ഓടിക്കുന്നു എന്നാണ് സെക്രട്ടറിമാർ കോടതിയെ അറിയിച്ചത്. ബെസ്റ്റ്, കൊള്ളാം. അതെന്തായാലും ഞഞ്ഞായി. അതെ, ഇവിടെ നിയമവാഴ്ചയാണ്, നിങ്ങൾ ചില ആളുകളുടെ വാഴ്ചയല്ല എന്നങ്ങ് പറയാൻ മേലായിരുന്നു ഏമാന്മാരെ. ഈ അനധികൃതമായി ബോർഡുകൾ വെക്കരുത് എന്ന നിർദ്ദേശം ഈ മന്ത്രിമാർക്കും MLA-മാർക്കും ഒക്കെ ബാധകമാണെന്നേ. അതൊന്നും ഓർപ്പിക്കായിരുന്നില്ലേ? ഈ സർക്കാരിന്റെ തലപ്പത്തുള്ളവരുടെ മുഖമാണ് ബോർഡുകളിലെല്ലാം ഉള്ളതേ. അതങ്ങ് വേണ്ടാന്ന് വെച്ചാ പിന്നെ ഈ ബോർഡ് ഉണ്ടാകില്ലല്ലോ, അല്ലേ? ഈ നാടായ നാടും വീടും അമ്പലവും പള്ളിയും ചാനലുകളും വണ്ടികളും ആശുപത്രി, സ്കൂൾ എന്ന് വേണ്ട സകലമാന ഇടങ്ങളും പൊതുസ്ഥലങ്ങളും ഭിത്തികളും ലക്ഷങ്ങൾ മുടക്കിയ PR വർക്കാണേ ഇപ്പോൾ നടക്കുന്നതേ. അതും ആരുടെയാണ്? അതിന് ഈ സെക്രട്ടറിമാരെ പേടിപ്പിച്ചിട്ട് എന്ത് കാര്യമാണ് സഹോ? ബോർഡിലെ തല കാണുന്നവന്റെ പേരിൽ നടപടി കോടതി സ്വമേധയാ അങ്ങ് എടുക്കണമെന്ന്. അങ്ങനെ കേസ് എടുക്കണമെങ്കിൽ ഈ നീതിപീഠങ്ങൾ നാട്ടിലൊന്നിറങ്ങി നടക്കണം, പൊതുജനത്തെ കാണണം, അവരെ കേൾക്കുകയും വേണം. രാജിവെക്കാനാണെങ്കിൽ ആദ്യം കേരള ഹൈക്കോടതി തന്നെ പിരിച്ചുവിടണം എന്നാണ് പൊതുജനത്തിന്റെ ഒരു അഭിപ്രായം. തദ്ദേശ ഭരണ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് കയറുന്ന നേതാക്കളാണ് ഭരണം എന്നോർക്കണം. സെക്രട്ടറിക്ക് നിയമപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ അധികാരമുണ്ട് എങ്കിലും വിയോജന കുറിപ്പും എഴുതി കാത്തിരിക്കാൻ മാത്രമാണ് അതുങ്ങളുടെ വിധി. ആ സമയം കൊണ്ട് അയാൾക്ക് സ്ഥലം മാറ്റമോ അല്ലെങ്കിൽ കൊന്നു കെട്ടിത്തൂക്കലോ ഒക്കെ നടന്നിരിക്കും. ഒരു ADM-ന്റെ അവസ്ഥ എന്തായി? തെളിവോടെ ആരോപണ വിധേയയാക്കപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ന് ഏത് സ്ഥാനമാണ് വഹിക്കുന്നത്? മറിച്ച് ഉദ്യോഗസ്ഥനായിരുന്നുവെങ്കിൽ സസ്പെൻഷൻ. എന്തേ നീതിപീഠം ഉറക്കഗുളിക കഴിച്ചുവല്ലോ പോയോ? ഇവരുടെ കീശ കീറിയിട്ടെങ്ങും ഒരു കാര്യവും ഇല്ല ഹൈക്കോടതി. ഇല്ലാന്ന്. ആദ്യം നേതാക്കളെയാണ് നിങ്ങൾ പൊക്കേണ്ടത്. അവരുടെ കീശക്കിട്ട് പോയി പിടിച്ചാട്ട്. ഈ അമിക്കസ് ക്യൂറി കണ്ടു ഉത്രേ, പറഞ്ഞു ഉത്രേ. അമിക്കസ് ക്യൂരിക്ക് ഈ ബോർഡുകളുടെ ചിത്രങ്ങളും വച്ചവരുടെ വിവരങ്ങളും അക്കമിട്ട് എഴുതി ഈ കോടതി മുമ്പാകെ അങ്ങ് നിരത്താൻ എന്താണെന്ന് ഇത്ര മടി? ഈ അധികാരപ്പെടുത്തിയതല്ലേ അവരെ ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് കൊടിക്കീഴിലല്ലാതെ തൊഴിലെടുക്കാൻ പറ്റുന്ന ഒരിടം ബഹുമാനപ്പെട്ട നീതിപീഠത്തിന് കാട്ടിത്തരാൻ കഴിയുമോ? യൂണിയനുകളും നേതാക്കളും ഇല്ലാത്ത ഒരു മേഖല. രാജിവെപ്പിച്ചവരെ അവിടെ ശിഷ്ടകാലം പണിയെടുക്കാൻ നിങ്ങൾ വിധിക്കൂ. ഇതുവരെ മാറ്റപ്പെട്ട ബോർഡുകൾ കോടതി ഉത്തരവ് പേടിച്ചിട്ടാണ് എന്ന കോടതി ധരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി കേട്ടോ. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജീവനക്കാരും നയപരമായി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് എന്ന വസ്തുത നിങ്ങൾ മറക്കാതിരിക്കുക. നിയമത്തെ ഭയന്നിരുന്നുവെങ്കിൽ പിന്നീട് ഈ വക സാധനങ്ങളൊന്നും പിന്നീട് ഇങ്ങനെ കൂണുപോലെ മുളയ്ക്കില്ലായിരുന്നല്ലോ. ഒരു കാര്യവും കൂടി ഒന്ന് ചോദിച്ചോട്ടെ. ബഹുമാനപ്പെട്ട നീതിപീഠമേ, നിയമപരമായി നീതിയും ന്യായവും നടപ്പാക്കുന്ന ഉത്തരവുകൾ ഇറക്കുകയും തൂക്കുകയർ വിധിക്കുകയും ചെയ്യുന്ന പരമോന്നത നീതിപീഠത്തിൽ ഇരുന്ന് വിധിക്കുന്ന ഒരു ജഡ്ജിക്ക് ഈ നാട്ടിൽ സെക്യൂരിറ്റി ഇല്ലാതെ, അംഗരക്ഷകർ ഇല്ലാതെ ജീവിതകാലത്ത് കഴിയാൻ സാധിക്കുമോ? അല്ല, ഒരു ചായയെങ്കിലും കുടിക്കാൻ, സ്വതന്ത്രമായി ഒന്ന് സഞ്ചരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? പിന്നെയാണ് മറ്റുള്ളവൻ്റെയൊക്കെ കാലം.